സ്വന്തമായി കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു കൊച്ചു ദ്വീപിനെ വെറും 40 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ധനികരായ മനുഷ്യർ ജീവിക്കുന്ന സൂപ്പർ പവറാക്കി മാറ്റി. കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഈ അത്ഭുതത്തിന് പിന്നിൽ ഒരു മനുഷ്യന്റെ ദീർഘവീക്ഷണമുണ്ട്. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. 1965 ഈ കഥ തുടങ്ങുന്നത്. മലേഷ്യയിൽ നിന്നും പൂർണ്ണമായി പുറത്താക്കപ്പെട്ട നിർബന്ധിതമായ സ്വാതന്ത്ര്യം വാങ്ങേണ്ടി വന്ന ഒരു പാവം രാജ്യമായിരുന്നു സിംഗപ്പൂർ. അന്നത്തെ അവസ്ഥ ഭീകരമായിരുന്നു. ഭൂരിഭാഗം സ്ഥലങ്ങളും കൊതുക് നിറഞ്ഞ ചതുപ്പ് നിലങ്ങൾ, കടുത്ത തൊഴിലില്ലായ്മ, കുടിവെള്ളത്തിനായി പോലും മലേഷ്യയെ ആശ്രയിക്കേണ്ട അവസ്ഥ. ചൈനീസുകാരും മലായ് വംശജരും ഇന്ത്യക്കാരും തമ്മിൽ വർഗീയ കലാപങ്ങൾ നടന്നിരുന്നതായ ഒരു പട്ടിണി നാട്. ഇതിനെയൊക്കെ മാറ്റിമറിക്കാൻ അന്നൊരു നായകൻ മുന്നോട്ട് വന്നു. സിംഗപ്പൂരിന്റെ ആദ്യ പ്രധാനമന്ത്രി ലീ ക്വാൻ യു. മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ കൃഷിയും പ്രകൃതി വിഭവങ്ങളെയും ആശ്രയിച്ചപ്പോൾ ലീ ക്വാൻ യു ചിന്തിച്ചത് മറ്റൊന്നാണ്. നമുക്ക് വിഭവങ്ങളില്ല, പക്ഷേ ഒരു അസാധ്യ ലൊക്കേഷൻ ഉണ്ട്. ഗ്ലോബൽ ഹബ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ചാലുകളിൽ ഒന്നായ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയ്ക്ക് തൊട്ടടുത്താണ് സിംഗപ്പൂർ. ഈ ഭൂമിശാസ്ത്രമായ സ്ഥാനം ഉപയോഗിച്ച് അവർ തങ്ങളുടെ തുറമുഖങ്ങളെ ലോകത്തിലെ ഏറ്റവും മികച്ചതും വേഗതയേറിയതുമാക്കി മാറ്റി. MNCs ആൻഡ് സീറോ കറപ്ഷൻ. വൻകിട വിദേശ കമ്പനികളെ ആകർഷിക്കാൻ അവർ ടാക്സ് വൻതോതിൽ കുറയ്ക്കുകയും ബിസിനസ് തുടങ്ങാനുള്ള നിയമങ്ങൾ ലളിതമാക്കുകയും ചെയ്തു. അതിലുപരിയായി അഴിമതി നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയും നൽകി രാജ്യം 100% ക്ലീനാക്കി. നമ്മുടെ നാട്ടിലെ റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ പണി വേഗത്തിലാക്കാൻ നോക്കുന്നത് പോലെ സിംഗപ്പൂരിൽ ചുവപ്പ് നടകളില്ലാതെ ഫയലുകൾ നീങ്ങി. വിദേശികൾ കണ്ണും പൂട്ടി അവിടെ പണമൊഴുക്കി. സിംഗപ്പൂരിന് മറ്റ് സമ്പാദ്യങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ലീ ക്വാൻ യു അവിടുത്തെ മനുഷ്യരെയാണ് ഏറ്റവും വലിയ വിഭവമാക്കിയത്. വിദ്യാഭ്യാസ വിപ്ലവം. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവർ ജനങ്ങൾക്ക് നൽകി. എല്ലാവർക്കും ഇംഗ്ലീഷ് നിർബന്ധമാക്കി. വൺ സിംഗപ്പൂർ നയം. വർഗീയ കലാപങ്ങൾ പൂർണ്ണമായി നിർത്താൻ അവർ ഒരു നിയമം കൊണ്ടുവന്നു. എല്ലാ സർക്കാർ ഫ്ളാറ്റുകളിലും നിശ്ചിത ശതമാനം ചൈനക്കാരും ഇന്ത്യക്കാരും മലായ് വംശജരും ഒന്നിച്ചു മാത്രമേ താമസിക്കാവൂ. പരസ്പര ബഹുമാനവും അച്ചടക്കവുമുള്ള ഒരു ജനതയെ അവർ വാർത്തെടുത്തു. ചുരുക്കത്തിൽ ശരിയായ നേതൃത്വവും കഠിനാധ്വാനവും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഏത് പട്ടിണി രാജ്യത്തെയും സ്വർഗമാക്കാം എന്ന് തെളിയിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വിജയഗാഥയാണ് സിംഗപ്പൂർ. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മുടെ ഇന്ത്യക്കും സിംഗപ്പൂരിനെ പോലെ അച്ചടക്കത്തോടെ പ്രവർത്തിച്ചാൽ ഒരു സാമ്പത്തിക സൂപ്പർ പവർ ആകാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒറ്റ വാക്കിൽ കമന്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ച്.